ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു റൈസ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആണെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഉമ്മാക്കൊന്നും മന്തിയൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മന്തിക്ക് വേണ്ട സാധനങ്ങൾ മുഴുവനില്ല. അപ്പം മന്തിയുടെ ഒരു എളാപ്പം മുത്താപ്പായിട്ടൊക്കെ ഇത് വരും കേട്ടോ. പക്ഷേ മന്തി ഇഷ്ടമില്ലാത്ത ഉമ്മാക്ക് വരെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഞാനിത് ഇടയ്ക്കിടെ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടൊരു റെസിപ്പിയാണ്. പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. എനിക്ക് പേരറിയില്ല. മന്തിയുടെയും ബിരിയാണീൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു റൈസാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. 3 കപ്പ് ഗോൾഡൻ ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി ആ ഒരു സമയം ഒരു കുക്കറിൽ അത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും റൈസും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തുള്ള ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു പിടി പുതിനയില ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് മസ്റ്റായിട്ട് ചേർക്കണേ. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ വീതം മന്തി മസാലയും, അറബിക് മസാല വാങ്ങിക്കാൻ കിട്ടൂല പാക്കറ്റിൽ, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടൂല, അതും ചേർക്കുക കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മന്തിയുടെയും ബിരിയാണിയുടെയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റൈസാണ് എന്നുള്ളത്. അത് രണ്ടും മസ്റ്റായിട്ട് ചേർക്കണേ. ഞാൻ ഈ ചേർക്കുന്ന എല്ലാ മെഷർമെൻറ്റ്സും കറക്റ്റായിട്ട് അതേപോലെ ചേർത്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റൈസ് കിട്ടും കേട്ടോ. പുതിയൊരു ടേസ്റ്റിൽ നമുക്കിത് കിട്ടും. അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ആ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് കോൺസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മാത്രം മതി, കൂടി പോവേണ്ട. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. ചെറിയ 2 പീസ് പട്ടയും അതേപോലെ ഒരു 5-6 ഗ്രാമ്പു കൂടെ ചേർക്കുക. ഏലക്ക ചേർക്കണ്ട, പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. കുക്കറിൽ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ചധികം തന്നെ വെള്ളത്തിൽ റൈസ് വേവിച്ചെടുക്കണം. അതിലേക്ക് പട്ടയും അതേപോലെ നാരങ്ങ നീരും കുറച്ച് ഉപ്പും ചേർത്ത്, ആ ഒരു റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടി, ഒരുപാട് കൂടി പോകേണ്ട, അപ്പോൾ ടേസ്റ്റ് മാറും. 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് റൈസ് ചേർത്തിട്ട് 3/4 വേവാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തേക്കും. ഫുള്ള് കുക്കായി വരണ്ട, 3/4 വേവ് കുക്കായാൽ മതി. ആ ഒരു റൈസ് ചെറിയൊരു വെള്ളത്തോട് കൂടെ തന്നെ നമുക്ക് ആ ഒരു കുക്കറിലേക്ക് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ 3 കപ്പ് റൈസ് ഈ 5 ലിറ്റർക്ക് കറക്റ്റാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. വിസിൽ പോയി പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. ഇനി വേറൊരു സംഭവം കൂടെ ചെയ്യാം. കുറച്ച് ക്യാരറ്റ് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചെയ്തപ്പോഴാണ് കേട്ടോ അതൊന്നുകൂടെ ടേസ്റ്റി ആയത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് അതിൽ നിന്ന് കോരി മാറ്റി വെക്കാം. പിന്നെ അത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഒരു 2 ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ചേർക്കേണ്ട കേട്ടോ. അത് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും ഈ ഒരു നെയ്യിൽ നിന്ന് മാറ്റാം. ആ നെയ്യ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് റൈസൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി വലിയൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് തട്ടാം, മുഴുവനായിട്ട് അങ്ങ് തട്ടാം. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ചിക്കൻ്റെ മസാലയും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ആ റോസ്റ്റ് ചെയ്ത് ഇതൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നെയ്യിൻ്റെ ഫ്ലേവർ കൂടെ വരുമ്പോഴാണ് ഇത് അടിപൊളി ടേസ്റ്റ് വരിക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കിഡിലെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇതിന് നല്ലൊരു പേരുണ്ടെങ്കിൽ അതുകൂടെ സജസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.